എല്ലാ സ്ഥലങ്ങളിലും ദൈവമുണ്ട്. എന്നാൽ എല്ലായിടത്തും ദൈവപ്രവൃത്തികൾ വെളിപ്പെടണമെന്നില്ല. ജോർദാനിൽ നമ്മുടെ കർത്താവ് സ്നാനമേറ്റത് ശാപം യേശുവിനാൽ നീക്കപ്പെടുന്നുവെന്ന അർത്ഥം കൂടി വ്യക്തമാക്കുന്നു. ദേശവും മനുഷ്യരും യേശുവിനാൽ രക്ഷിക്കപ്പെടുന്നു. യേശുവിന് പ്രത്യേകിച്ചൊന്നും നേടാനായല്ല അവിടുന്ന് സ്നാനം സ്വീകരിച്ചത്. പാവമില്ലാത്തവനാണ് യേശുനാഥൻ. നമ്മളിൽ ഒരാളാകുവാൻ അവൻ പാപികൾക്കൊപ്പം നിന്ന് സ്നാനമേറ്റു. യേശുവിനെക്കുറിച്ച് സ്നാപകൻ പറയുന്നു, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പൗലോസ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. പൗലോസ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9:12 ഇത് പറയുന്നത്. ജോർദാൻ ലഭിക്കുന്ന ശ്രേഷ്ഠത അനുദപിക്കുന്ന പാപിക്ക് ലഭിക്കുന്ന പുണ്യത്തിലൂടെ തന്നെ ഉദാഹരിക്കാം. ഒരു പ്രദേശത്തെ മനുഷ്യനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് ഉപയോഗിക്കാം. മനുഷ്യൻ്റെ ദുഷ്ടത നിറഞ്ഞ പ്രവൃത്തികൾ മണ്ണിൻ്റെ ശാപമാണ്. കായൻ ഹാബേലിനെ കൊന്നപ്പോൾ കർത്താവ് അരുളി, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായു പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. ഉൽപ്പത്തി 4:11-12. ദൈവകൽപ്പന ലംഘിച്ച ആദത്തോട് ദൈവമരുളി, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ഉൽപ്പത്തി 3:17. നമ്മൾ കാണുന്നുണ്ട്, ദൈവം തൻ്റെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന അടർത്തി മാറ്റുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം തമ്പുരാന് താൻ കാട്ടിക്കരുന്ന ദേശത്തേക്ക് പോകാൻ പറയുമ്പോൾ അബ്രഹാം കൂടെ കൂട്ടുന്നതാണ് ലോത്തിനെ. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല, മറിച്ച് അത് അബ്രഹാത്തിൻ്റെ ഹിതപ്രകാരമാണ്. ലോത്തും അബ്രഹാമും സമ്പത്തേറിയപ്പോൾ നെഗബിൽ വെച്ച് പിരിയുന്നു. ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുവാൻ അബ്രഹാം ലോത്തിന് സ്വാതന്ത്ര്യം നൽകി. ജോർദാൻ്റെ സമതല പ്രദേശങ്ങൾ ജലഭൂയിഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ് ലോത്ത് അത് സ്വന്തമാക്കി. ദൈവത്തോട് തീരുമാനം ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പ്. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇന്ന് നമ്മൾ സോദോം ഗൊമോറ എന്നറിയപ്പെടുന്ന ആ സ്ഥലം. ഒരു സ്ഥലത്തിൻ്റെ പാപാവസ്ഥയെ തുലനം ചെയ്യാൻ പലപ്പോഴും പുതിയ നിയമത്തിൽ സോദോം ഗൊമോറയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. ഉൽപ്പത്തി 13:13 പറയുന്നുണ്ട്. ആ പ്രദേശത്തിൻ്റെ തിന്മയാൽ അഗ്നിയും ഗന്ധകവും വർഷിച്ച് ദൈവം ആ സ്ഥലത്തെ നശിപ്പിച്ചു. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ചാവുകടൽ. ലോത്ത് കണ്ണുകളുടെ ദുരാശയിലും ജലത്തിൻ്റെ ദുരാശയിലും തിരഞ്ഞെടുത്ത മണ്ണ് നശിച്ചു. ലോത്തിൻ്റെ മക്കൾ അവനെ പ്രാപിക്കുന്നു. ഇത് ആ ദേശത്തിൻ്റെ തിന്മ, അവർ താമസിച്ചിരുന്ന ദേശത്തിൻ്റെ തിന്മ ലോത്തിൻ്റെ കുടുംബത്തിലേക്ക് പകർച്ചവ്യാധിയായി കടന്നുകൂടിയതാണ്. ആ സമയത്ത് അബ്രഹാം ആകട്ടെ ലോത്തിൽ നിന്ന് പിരിഞ്ഞ മാമ്രയുടെ ഓക്കുമരത്തിൻ്റെ അരികിൽ കർത്താവിൻ്റെ ബലിപീഠം സ്ഥാപിച്ച് അതോട് ചേർന്ന് വസിച്ചു. അബ്രഹാമിനെ ഒരു അനുഗ്രഹമായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിലെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നുവെന്ന് 1 യോഹന്നാൻ 2-ാം 16-17 പറയുന്നു. ജോർദാൻ ചാവുകടലിൽ പതിക്കുന്ന നദിയാണ്. ചാവുകടലിനോട് ജോർദാൻ ചേരുന്ന ഭാഗത്താണ് നമ്മുടെ കർത്താവ് സ്നാനമേൽക്കുന്നത്. ശപിക്കപ്പെട്ട സ്ഥലം ചാവുകടലായി മാറിയപ്പോൾ ജീവനുള്ളത് ഒന്നും തന്നെ അവിടെയില്ല. അതിനകത്തിൽ ജീവനുള്ള ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ആ ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് ദൈവത്തെ തൊട്ട ജലം, അതാണ് ജോർദാനിലെ ജലം, അത് ഒഴുകുകയാണ്. യേശുവിൻ്റെ തുപ്പൽ തൊട്ട കണ്ണുകൾ കാഴ്ചയുള്ളതായി. യേശുവിൻ്റെ വസ്ത്രം തൊട്ട സ്ത്രീ രോഗസൗഖ്യം നേടി. യേശുവിൻ്റെ പാദം തൊട്ട കടൽ ശാന്തമായി. യേശുവിനെ തൊട്ട അനുഗ്രഹവുമായി ജോർദാൻ എത്തുന്നത് ചാവുകടലിലേക്കാണ്. ജീവനില്ലാത്തിടത്തേക്കാണ് ജീവൻ്റെ എല്ലാ സ്രോതസ്സുകളുമുള്ള ജോർദാൻ കടന്നിരുന്നത്. യേശുക്രിസ്തു എന്ന ജീവൻ്റെ നാഥനെ തൊട്ട ജലമാണ്. നദി ഒഴുകി കടലിൽ പതിച്ചാൽ കടലിൽ നദിയുടെ പേര് മുങ്ങിപ്പോകും. പക്ഷേ ചാവുകടലിൽ പതിച്ച ജോർദാൻ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ മറഞ്ഞില്ല. കാരണം ചാവുകടലിന് ദൈവത്തെ തൊട്ട വെള്ളത്തെ നൽകിയത് ജോർദാനാണ്. ചാവുകടലിനൊരു ജ്ഞാനസ്നാനം നിന്ന് ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം. പാപികളോട് തന്നെ ബന്ധിപ്പിച്ച് അവിടുന്ന് പാപിയുടെ പ്രതിപുരുഷനായി. കർത്താവ് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിന് ശേഷവും പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലൂക്ക 12:50. കർത്താവ് അപേക്ഷിക്കുന്ന സ്നാനം വിസ്മരണവും തൻ്റെ രക്തത്താൽ മനുഷ്യകുലത്തിന് ലഭിക്കുന്ന വിമോചനവുമാണ്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്
പാപം അറിയാത്തവനെ ദൈവം പാപമാക്കിയെന്ന് 2 Korinthos 5:21 പറയുന്നു. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും യേശു സമഗ്ര വിമോചനാണ്. ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിനാൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആത്മാവോടുകൂടി ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവ്വം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നുവെന്ന് 1 Petrus 3:18-21 വാക്യങ്ങൾ പറയുന്നു. കർത്താവിൻ്റെ എളിമയുടെ പാരമ്യമാണ് സ്നാനം. സ്വർഗം തുറക്കുന്ന താക്കോലാണ് എളിമയെന്ന പുണ്യം. അഹങ്കാരം എല്ലാ തിന്മകളുടെയും മാതാവാണ്. എളിമ എല്ലാ നന്മകളുടെയും മാതാവാണ്. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നു. പ്രളയകാലത്തിന് ശേഷം നോഹയുടെ പെട്ടകത്തിൽ നയിക്കപ്പെട്ട പ്രാവ് ഒലിവില കുത്തി തിരികെ എത്തി. ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. യേശുവിൽ പരിശുദ്ധാത്മ ശക്തി ഒരു പുതിയ യുഗം തുടങ്ങുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും എന്ന് യെശയ്യാ 11:2 പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നാനവും ബന്ധപ്പെട്ട് സഭയിലെ സ്നാനത്തെപ്പറ്റി ചിന്തിക്കാം. ജ്ഞാനസ്നാനം ആർക്കും നിഷേധിക്കരുതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വിജാതീയരിലും പരിശുദ്ധാത്മാവാസം ഉണ്ടായപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാനജനം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവർ കൽപ്പിച്ചു. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 10:47. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ഡന് ഫിലിപ്പോസ് സ്നാനം നൽകുന്ന അപ്പോസ്തലപ്രവർത്തനങ്ങൾ 8:38 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് സഭ. മാമോദിസ കത്തോലിക്ക സഭയുണ്ടായപ്പോൾ മുതൽ മുതിർന്നവരെന്നോ കുഞ്ഞുങ്ങളെന്നോ വേർതിരിച്ച് കണ്ടിരുന്നില്ല. മുതിർന്നവരെ വിശ്വാസം പഠിപ്പിച്ചറിയണമെന്ന് സഭയ്ക്ക് നിഷ്കർഷയുണ്ടായിരുന്നു. അതിനാൽ സഭയരളി വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മർക്കോസ് 16:16. കുഞ്ഞുങ്ങൾക്ക് ആദ്യം സ്നാനം കൊടുത്തതിന് ശേഷം വിശ്വാസം പഠിപ്പിക്കണമെന്ന് മത്തായി സുവിശേഷകൻ പറയുന്നുണ്ട്. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. അതിനുശേഷമാണ് പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. തുടർന്ന് പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ. മത്തായി 28:19. അപ്പോൾ ഇവിടെ പ്രായോഗിക സമീപനത്തിൽ മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും എല്ലാ സ്നാനത്തിൻ്റെ പരിധിയിൽ ചേർത്ത് നിർത്തുന്നു. ആർക്കും നമുക്ക് ജ്ഞാനസ്നാനം നിരസിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 2:37-38 പറയുന്നു. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായി പറയുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് ശ്രദ്ധിക്കുക, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവ് അടുക്കിലേക്ക് വിളിച്ചത് കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം ഒരിക്കലും നമുക്ക് നിരസിക്കാനായിട്ട് ഒരു അവകാശവുമില്ല എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. കർത്താവ് അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ജ്ഞാനസ്നാനം അവരുടെ അവകാശമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. മാമോദീസ എന്നത് നമുക്ക് തോന്നുമ്പോൾ എല്ലായിടത്തും പോയി സ്വീകരിക്കാവുന്നൊരു കുദാശയല്ലെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 4:5 പറയുന്നുണ്ട്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഒരു സഭയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് സ്നാനം സ്വീകരിച്ച ശേഷം വേറൊരു ചാടി അവിടുന്ന് സ്നാനം സ്വീകരിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറയുന്ന തിന്മയാണ്. മനുഷ്യപുത്രനെതിരായുള്ള എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വേദപുസ്തകം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.